ചില സംഭവങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. 13 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ദുരന്തം സ്വന്തം മകളുടെ ജീവൻ അപഹരിച്ചപ്പോൾ ഈ അച്ഛനും അമ്മയും മനസ്സിൽ പ്രാർത്ഥിച്ചതാണ് ഇതുപോലെ മറ്റാർക്കും വരുത്തരുതെന്ന്. പക്ഷേ അതേ രൂപത്തിൽ അപകടം തുടർന്നപ്പോൾ അത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് ഇവർ പറയുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇനി ആവർത്തിക്കരുത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 13 വർഷത്തിന് ശേഷം അതേ സംഭവം തന്നെ വീണ്ടും. പക്ഷേ അതിനേക്കാളും ധാരണമായിട്ടാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം. ഇനി ഇപ്പോൾ 2 പേര് ആയിക്കഴിഞ്ഞു. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ മോളെ നഷ്ടപ്പെട്ടതുപോലെ ആർക്കും നഷ്ടപ്പെടരുതെന്നായിരുന്നു ആഗ്രഹം. അച്ഛനും അമ്മയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന എത്ര ആഗ്രഹത്തോടു കൂടിയായി. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരുന്ന അമിതയെ 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിയുടെ ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് 5ാം ദിവസം അമിത മരണത്തിന് കീഴടങ്ങി. 2002 ഈ അപകടത്തെ തുടർന്ന് ക്യാമ്പസിൽ വാഹനങ്ങൾ കയറ്റുന്നതിന് കർശന നിയന്ത്രണമുണ്ടായി. ഇതെല്ലാം മറികടന്നാണ് വീണ്ടും അപകടം ആവർത്തിച്ചത്. അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ ഇനിയും എപ്പോഴാണ് അധികാരികളുടെ കണ്ണു തുറക്കുകയെന്നാണ് അമിതയുടെ രക്ഷിതാക്കളുടെ ചോദ്യം. മീഡിയ 1 തിരുവനന്തപുരം.